ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഇന്നത്തെ മാച്ച് അടപടലം പൊട്ടി. അതും ബാംഗ്ലൂരിൻ്റെ കൂടെ 4-2. എന്താണ് കേരളം അറിയാൻ വിചാരിച്ച് ചോദിക്കുക, എന്താണ് കളിക്കുന്നത്? ഈ ഫാൻസ് ഇത്രയും ഹൈപ്പ് നൽകിയിട്ടും നിങ്ങൾക്ക് ഒരു അതില്ലല്ലോ ഗൈസ് അറിയാം, ഓരോരുത്തർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും, പുതിയ കോച്ച്, എന്നിട്ടും ഡിഫൻസ് ഡിഫീറ്റായി പോവുകയാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഇനി എത്ര 11-മതോ 10-മതല്ലേ കേരളം? ഒരു അതുമില്ലല്ലോ ഗൈസ്. സെക്കൻഡ് ഹാഫ് കളിച്ചു 2 ഗോൾ. ഫ്രെഡി ജിംനാസ് വീണ്ടും ഗോൾഡൻ ബൂട്ടിൽ 3-മത്. ഫ്രെഡി കളിച്ചു. ഫ്രെഡി മിക്കുള്ള എല്ലാ കളിയും 90 കൊടുക്കാൻ നിൽക്കുന്നത് നല്ല കളിയാണ്. എല്ലാവരും കളിച്ചു, എന്നാലും 4 ഗോൾ എന്നൊക്കെ പറയും. അതും 98 മിനിറ്റ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ടൈം 8 മിനിറ്റ്. ആ 8 മിനിറ്റിൽ ഒരു ഗോളും അറിയാൻ വയ്യാതെ ചോദിക്കുകയാണ്, എന്താണ്? ഒന്ന് കളിച്ചൂടെ? നമുക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു കപ്പ്. അതിനി സ്വപ്നങ്ങൾ മാത്രം, എല്ലാ കാണികൾക്കും അറിയാം. എന്നാലും കേരളം ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ പ്രതീക്ഷ അത്രയും കളിച്ചില്ല. സെക്കൻഡ് ഹാഫ് കളിച്ചു, കുറേ ശ്രമമുണ്ടായിരുന്നു. പെപ്പറയൊക്കെ മരിച്ച് കളിച്ചെന്നാലും ഗോൾ അടിക്കാൻ പറ്റിയില്ല. അതാണ് ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം ഡിഫൻസ്. ആ 97-മത്തെ മിനിറ്റിൽ എന്തിനാണ് ഡിഫൻസോടെ ഉണ്ടാ എന്ന് പോലും അറിയത്തില്ല. ഗോൾ ഒരു അത്രയും ക്രൂഷ്യൽ ടൈം, മനസ്സിലാക്കി. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ഫാൻ എന്ന രീതി എല്ലാ കളിയും കേരളത്തിൻ്റെ കളിക്കുന്നുണ്ട്, നല്ല കളികൾ കളിക്കുന്നുണ്ട് കേരളം. ആ കളിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആ കളി നമ്മൾ കൊണ്ടുവരണം. അത് ഇത്രയും ഹൈപ്പിൽ എന്നല്ല പറയും, ഇത്രയും ഹൈപ്പിൽ പോയിട്ട് പെട്ടെന്ന് അതും ബാംഗ്ലൂരിൻ്റെ കൂടെ 4 ഗോൾ കഴിഞ്ഞതിന് ഇവിടെ വന്ന് 3 ഗോൾ അടിച്ചിട്ട് പോയല്ലേ ഉള്ളൂ. അങ്ങനെ 4 ഡിഫൻസ് ഒന്നും പറയല്ല ഗൈസ്, ലെവല് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൂണ, നോവ കളിച്ച്, പക്ഷേ അവയ്ക്കെന്തോ ഇഷ്യൂസ് ഉണ്ട്. ലൂണ ഫോം ആയിട്ടില്ല. ഇനി എന്ന് ഫോം ആവാനാണ്? എത്ര മാച്ചായി? പക്ഷെ ലൂണ കളിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയത് ഒരു തോൽവി. ഇനിയും നമ്മൾ കൈവിട്ടിട്ടില്ല, എന്നാലും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ട്. ഇനിയൊരു അടുത്ത മാച്ച് ആരുടെ? മുംബൈ സിറ്റിയാണ്. എനിക്കറിയാമായിരുന്നു 4 ഗോൾ എന്തിനാണ് കൊടുത്തത്. അത് ശരിയല്ല. എൻ്റെ മനസ്സിൽ പറഞ്ഞു 4 ഗോൾ. അതും നമ്മൾ 97-മത്തെ മിനിറ്റ് ഗോൾ അടിച്ചു. ഡിഫൻസ് തുറന്നിട്ട് 2 ഗോൾ അടിച്ച് കംബാക്ക് നടത്തി. വീണ്ടും അവർ 3 അടിച്ചു. അപ്പോൾ അവർക്കറിയാം, കാരണം അവർ ഡിഫൻസ് ശക്തമായി കളിക്കുകയുള്ളൂ. കാരണം 3 ഗോൾ അവർക്ക് ലീഡുണ്ട്. ഇത്രയും സമയമായി ഒരു ചാൻസിന് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം ബാംഗ്ലൂർ അങ്ങനെ കളിക്കുകയുള്ളൂ, അതെല്ലാവർക്കും അറിയാം. ബാംഗ്ലൂരിൻ്റെ ടീം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ കളിക്കുമ്പോൾ അവരത്രയും ഡിഫൻസ് ഇട്ട് ഈ ഡിഫൻസിൽ കയറിപ്പോവാൻ പറ്റത്തില്ല. ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ അതിനൊരു വല്ല ദൈവവിളിയോ വേണം, എങ്കിലേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ ഇന്നത്തെ മാച്ച് തോറ്റു, ഒന്നും പറയാനില്ല. അടുത്ത മാച്ച് ജയിക്കണം. ഇപ്പം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്തതിന് കിട്ടും. എപ്പോഴും കൂടെ കാണും. ഓക്കെ, പുതിയൊരു മാച്ചുമായി പിന്നെ കാണാം. ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.